ധർമ്മത്തിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്ക് താൽക്കാലികമായി കർമ്മപാതയിൽ ഒരു വ്യതിചലനം സംഭവിച്ചാലും അവരുടെ മൂല്യങ്ങളും ധർമ്മവും അവരെ അധപതനത്തിൽ നിന്ന് സംരക്ഷിക്കും. നമ്മുടെ നന്മ എപ്പോഴും നമ്മളിലേക്ക് തന്നെ തിരികെ വരും. ഹിമാലയൻ താഴ്വരയിലെ ഒരു ഗ്രാമത്തിൽ ഒരമ്മ താമസിച്ചിരുന്നു. ഗ്രാമത്തിൽ ഏറ്റവും രുചിയുള്ള ആഹാരം പാകം ചെയ്യുന്നത് ആ അമ്മയായിരുന്നു. എല്ലാ ദിവസവും വീട്ടാവശ്യങ്ങൾക്കുള്ള റൊട്ടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു റൊട്ടി എക്സ്ട്രാ അവരുണ്ടാക്കും. വിശക്കുന്ന ഏതെങ്കിലും ഒരു വഴിപോക്കന് വേണ്ടി അവരത് പടിപ്പുരയിൽ കൊണ്ട് വെക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ പതിവായിട്ട് അങ്ങനെ അത് ചെയ്തു വരുവാണ്. അങ്ങനെ ഒരു ദിവസം അടുപ്പിൽ നിന്ന് ചൂടോടെ ചുട്ടെടുത്ത റൊട്ടിയായിട്ട് പടിപ്പുര വാതിക്കല് നിൽക്കായിരുന്നു. അപ്പോൾ ഒരു സന്യാസി ആ വഴിക്ക് വന്നു. ആ അമ്മയ്ക്ക് അത് ചെയ്യുമ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നാറുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി ആ ഒരു പടിപ്പുരയിൽ റൊട്ടി വെച്ച് അവര് കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ ദൂരേന്ന് ഈ സന്യാസി നടന്നു വരുന്ന കണ്ടു. അപ്പോൾ കുറച്ച് നാളായി ഈ സന്യാസി സ്ഥിരമായിട്ട് തൻ്റെ റൊട്ടിയും പ്രതീക്ഷിച്ച് വരാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. റൊട്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ സന്യാസി അവരെ നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ നന്മ എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. പിറ്റേ ദിവസവും റൊട്ടി വെച്ച ഉടനെ ആ സന്യാസി വന്നു. തലേ ദിവസം പറഞ്ഞ അതേ വാക്കുകൾ ആ വീട്ടമ്മയോട് പറഞ്ഞ് റൊട്ടിയെടുത്ത് അദ്ദേഹം നടന്നു നീങ്ങി. എല്ലാ ദിവസവും ഇത് ഒരു പതിവായി മാറി. താൻ റൊട്ടി വെക്കുന്നതും കാത്ത് ഈ സന്യാസി ദൂരെ നിൽക്കുകയാണോ എന്ന് പോലും ഈ അമ്മയ്ക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഈ അമ്മയുടെ ഉള്ളില് ആ സന്തോഷം പതുക്കെ പതുക്കെ ഒരു ദേഷ്യം, ഒരു നീരസം തോന്നാൻ തുടങ്ങി. റൊട്ടി വെക്കുന്ന സമയം നോക്കി കൃത്യമായിട്ട് വന്ന് ഒരേ വാക്കുകൾ തന്നെ സ്ഥിരം പറഞ്ഞ് റൊട്ടിയെടുത്ത് പോവുകയും ചെയ്യുന്നതിലാണ് അവർക്ക് ഒരു നീരസം തോന്നിയത്. വല്ലാത്തൊരു സന്യാസി തന്നെ. വീട്ടമ്മ അങ്ങനെ വിചാരിക്കുകയാണ്. ദേഷ്യത്തില് ഒരു നന്ദിയുള്ള വാക്കോ എനിക്കൊരു അനുഗ്രഹമോ പോലും പറയാതെ സ്ഥിരമായി ഈ ഒരേ വാക്കുകൾ തന്നെ പറഞ്ഞ് ഇയാള് റൊട്ടിയെടുത്ത് പോവുകയല്ലേ. അപ്പോൾ സന്യാസിയുടെ ഈ പ്രവൃത്തിയിൽ വീട്ടമ്മയുടെ അതൃപ്തി ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി കൂടി വന്നു. അങ്ങനെ അവസാനം അരിശം വന്നിട്ട് അവരൊരു ദിവസം എന്ത് ചെയ്തു, ഒരു കടുംകൈ ചെയ്യാൻ തീരുമാനിച്ചു. ആ സന്യാസിക്ക് കൊടുക്കണ റൊട്ടിയിൽ വിഷം ചേർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവര് വിഷം ചേർത്ത റൊട്ടി ഉണ്ടാക്കി പടിപ്പുര വാതിൽക്കല് കൊണ്ടുപോയിട്ട് വെച്ചു. ദൂരത്തു നിന്ന് സന്യാസി നടന്നു വരുന്ന കണ്ടത് അവർക്ക് ആ നിമിഷത്തില് അവരുടെ ഉള്ളിലെ മനസാക്ഷി ഉണർന്നു. താൻ ഈ ചെയ്യാൻ പോകുന്നത് എത്ര വലിയ പാതകമാണ്, കൊടും പാതകമാണ് എന്ന തിരിച്ചറിവ് അവരെ നടുക്കി. പിന്നെ അവര് സമയം കളഞ്ഞില്ല. ഓടി ചെന്ന് ആ വിഷം ചേർത്ത റൊട്ടി അവിടെ നിന്ന് എടുത്തു മാറ്റി അവിടെ പകരം നല്ലൊരു റൊട്ടി കൊണ്ടുപോയി വെച്ചു. പതിവ് പോലെ സന്യാസി കടന്നു വന്നു. ആ സ്ഥിരം പല്ലവി പറഞ്ഞ് റൊട്ടിയെടുത്ത് നടന്നുപോയി. അതിനുശേഷമുള്ള ഏതാനും ദിവസങ്ങളിലും പതിവ് തെറ്റാതെ സന്യാസി വന്നു റൊട്ടിയെടുത്ത് മടങ്ങുകയും ചെയ്തു. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സന്യാസിനെ പിന്നെ കാണാതായി. പിന്നെ ഈ സന്യാസി വരാറില്ല, നോക്കിയിരുന്നാലും അദ്ദേഹത്തിനെ കാണാതായി. അങ്ങനെ ഒരു ദിവസം വാതിൽക്കൽ ഒരു മുട്ടുകേട്ട് ഈ വീട്ടമ്മ ചെന്ന് വാതിൽ തുറക്കുകയാണ്. ഈ സന്യാസി വരാത്തതിൽ ഇവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം എന്തായിരിക്കും വരാത്തത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ വാതിൽക്കൽ ഒരു മുട്ട് കേൾക്കുന്നത്. അദ്ദേഹം ആ വീട്ടമ്മ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് അവരാകെ ഞെട്ടിപ്പോയി. ഒരുപാട് കാലങ്ങളായി ദൂരെ ഒരു നാട്ടിലേക്ക് ജോലിക്ക് പോയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു അത്. ആ മകന്റെ ശരീരത്തിലാകെ മുറിവുകളായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തളർന്ന ഒരവസ്ഥയിൽ ആ മകൻ അമ്മയുടെ മുന്നിൽ വന്ന് വീഴുകയാണ്. അപ്പം എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ എനിക്ക് പരിക്ക് പറ്റി. ഒരു ദിവസം രാത്രി ആരും കാണാതെ ഞാൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് വീട്ടിലേക്കുള്ള വഴിയിൽ ഞാൻ തളർന്നു വീണു. മരിക്കുന്ന ഉറപ്പിച്ച ഒരു നിമിഷത്തില് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു സന്യാസി വന്ന് എന്നെ എടുത്ത് അദ്ദേഹത്തിന്റെ കുടിലിൽ കൊണ്ടുപോയി
എനിക്ക് എണീറ്റിരിക്കാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലായ അദ്ദേഹം എന്നെ അവിടെ കിടത്തി വേണ്ട മരുന്നും പരിചരണങ്ങളും ഒക്കെ തന്നു. പിന്നെ ഒരു നിമിഷം നിർത്തിയിട്ട് ആ മകൻ പറയുവാണ്, ദിവസങ്ങളോളം അദ്ദേഹം എന്നെ ശുശ്രൂഷിച്ചു. കൂടാതെ എല്ലാ ദിവസവും രാവിലെ പുറത്തു പോയി വരുമ്പോൾ എനിക്ക് കഴിക്കാൻ ഒരു റൊട്ടി കൊണ്ടുവന്ന് തരാറുണ്ട്. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ സന്യാസി എനിക്ക് ദിവസവും കൊണ്ടുവന്നിരുന്ന ആ റൊട്ടിയുടെ രുചി ഞാൻ ജീവിതത്തിൽ മറക്കില്ല. മരണത്തിന്റെ വക്കിൽ കിടക്കുമ്പോഴും ആ റൊട്ടി കഴിച്ചപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്നത് അമ്മയുടെ കൈപുണ്യമാണ്. അമ്മ ഉണ്ടാക്കി തരാറുള്ള അതേ രുചിയായിരുന്നു അതിന്. ജീവൻ നഷ്ടപ്പെടുമായിരുന്ന എനിക്ക് എൻ്റെ ആരോഗ്യം തിരികെ കിട്ടിയത് ആ റൊട്ടി കഴിച്ചുകൊണ്ടാണ്. എഴുന്നേറ്റ് നടക്കാം എന്ന അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് ആക്കിയിട്ട് മടങ്ങിയത്. ഇത്രയും കേട്ടതും ആ അമ്മ ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാണ് അമ്മ ഇങ്ങനെ അലറിക്കരയുന്നത് എന്നറിയാതെ ആ മകൻ അന്താളിച്ച് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അമ്മയുടെ കരച്ചിൽ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടായിരുന്നില്ല, മറിച്ച് ദേഷ്യം വന്ന് അന്ന് താൻ ആ വിഷം ചേർത്ത റൊട്ടി അവിടെ പടിപ്പുരയിൽ വെച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുമായിരുന്ന എന്ന അവസ്ഥ ഓർത്തിട്ടായിരുന്നു അവര് നെഞ്ചുപൊട്ടി കരഞ്ഞത്. അന്ന് താൻ ആ റൊട്ടി മാറ്റി വെച്ചില്ലായിരുന്നുവെങ്കിൽ തൻ്റെ സ്വന്തം മകന്റെ ജീവൻ തന്നെ താൻ സ്വന്തം കൈകൊണ്ട് ഇല്ലാതാക്കുമായിരുന്നു. ആ വലിയ സത്യം അവർ മകന് വിവരിച്ചു കൊടുത്തു. സന്യാസി പറഞ്ഞ വാക്കുകളുടെ ആഴം അപ്പോഴാണ് അവർ ശരിക്കും തിരിച്ചറിഞ്ഞത്. നിങ്ങളുടെ നന്മ എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും.